ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതിയിൽ നിന്നും വാർത്ത ലഭിക്കുന്നു. SIR-ന് സ്റ്റേ ഇല്ല എന്നുള്ളൊരു വാർത്ത ഈ ഒരു നിമിഷം ലഭിക്കുന്നു. SIR-ൽ സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങൾ, കൃത്യമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്. സുപ്രീം കോടതി സത്യവാങ്മൂലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചത്. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശമുള്ളത്. SIR-ൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കേരളവും തമിഴ്നാടും സത്യവാങ്മൂലം നൽകണമെന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ സത്യവാങ്മൂലം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സാഹചര്യം ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം അറിയിച്ചതാണ്. 99% പൂർത്തിയായി എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ള സാഹചര്യമൊക്കെ തന്നെ അറിയിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് SIR നടപടികൾ, കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി കേരളത്തിലെ സംസ്ഥാന സർക്കാരും CPI-യും ലീഗും ഒക്കെ തന്നെ എത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിർത്തിവെക്കണമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിൻ്റെയൊക്കെ ആവശ്യമെന്നുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഒരു സത്യവാങ്മൂലത്തിൽ കൂടി പറയുന്നത് അത് സംസ്ഥാന സർക്കാരിന് അത്തരത്തിൽ നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കാനുള്ള തരത്തിൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് കൂടിയാണ്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു ആവശ്യം ഉയർത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് SIR നടപടികളെ സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം കേരളവും തമിഴ്നാടും സത്യവാങ്മൂലം നൽകണമെന്നുള്ളതും കൂടിയാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളതും കൂടി ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം തന്നെ ഉയർത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും SIR-ൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരളവും തമിഴ്നാടും ഒപ്പം സത്യവാങ്മൂലം നൽകുകയും വേണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നത്.